ഐ ആം നോട്ട് സ്യൂട്ട് ഫോർ ദ വേൾഡ് ഇപ്പോഴത്തെ ദിസ് വേൾഡ്. ഈ സോഷ്യൽ മീഡിയ ലോകത്ത് അപ്ഡേഷന് വേണ്ടി മാത്രം ഇത് നോക്കുന്ന ആളാണ്. എനിക്ക് നാളെ കഥ എഴുതുമ്പോൾ പൂക്കി എന്താണെന്നും സ്കിബിഡി എന്താണെന്നും മനസ്സിലാവണം എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് ഒരു കമ്പാരിസണുള്ള ലോകത്തേക്ക് നമ്മളെ തള്ളിവിടണം. 20 വയസ്സുള്ള കുട്ടികൾ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 17 വയസ്സ് അവർ റിലേഷൻഷിപ്പിനെ പോലും കാണുന്നത് ആ ഒരു പെർസ്പെക്റ്റീവിലാണ്. അപ്പോൾ അവർ അവരുടെ ചെറിയ കുറവുകളെ പോലും ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് ബ്രേക്കപ്പ് എന്ന് പറയുന്നത് എളുപ്പത്തിൽ പറഞ്ഞ പോലെയായി. നേരത്തെ ഒരു സ്നേഹബന്ധം മുറിയുക എന്ന് പറയുന്നത് അതിന്റെ വേദന ഉണ്ട് ആ മുറിവിന്, അല്ലേ? എന്നോട് ക്ഷമിക്കൂ എന്ന് പറയാൻ ഇത്തിരി പാടാണ്. ഐ എം സോറി പെട്ടെന്ന് പറയാൻ പറ്റും. കാരണം നമ്മുടെ മദർ ലാംഗ്വേജ് അല്ല, അതിന്റെ ഈസിനെസ് ഇല്ലേ, അത് തന്നെയാണ് ഇതിലെല്ലാത്തിലും. ഒരു പേഴ്സണൽ ഫേവറേറ്റ് ജോണർ അങ്ങനെ ഉണ്ടോ? എന്ത് കാണാനാണ് ഇഷ്ടം? അതോ എല്ലാം? എനിക്ക് മാസ് മസാല ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, മാസ് മസാലയുടെ ആളാണ് ഞാൻ. അതായത് രജനികാന്ത് കൂടെ. ഓക്കെ, ഞാൻ രജനി ഫാനാണ്. ഓൾവേസ് എ ഫാൻ ബോയ്. എപ്പോഴും എൻ്റെ സ്വന്തം അനിയനെ പോലെ കണ്ട് ഒരുപാട് ഞാൻ സഹായിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന നമ്മൾ വഴി സിനിമയിലൊക്കെ വന്നവരാണ്. അവൻ വേറൊരാളോട് പറഞ്ഞു, ബിബിൻ ചേട്ടൻ ഫീൽഡിലോട്ട് ഓട്ടിപ്പെടുത്തോടി എന്ന് പറഞ്ഞു. എന്തെങ്കിലും എനിക്ക് പറ്റിയില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് കാണിച്ചു തരാമല്ലോ. ഈ മൂടാണല്ലോ നമ്മൾ എടുത്തേക്കുന്നത്, ഇല്ലെങ്കിൽ മുന്നോട്ട് പോകില്ല ചേച്ചി. വെൽക്കം ടു ഓഫ് സ്ക്രിപ്റ്റ്. ചേച്ചി സുഖമായിട്ടിരിക്കുന്നോ? അടിപൊളിയായിട്ടിരിക്കുന്നു. ഓക്കെ, എങ്ങനെയാണ് തിരക്കുകളൊക്കെ? തിരക്കിൽ നിന്ന് തിരക്കിലേക്കുള്ള ഓട്ടമാണോ അതോ മാനേജബിൾ പോലെയാണോ പോകുന്നത്? തിരക്കെന്ന് വെച്ചാൽ തിരക്കുണ്ടാവാനാണ് എപ്പോഴും. ഞാൻ ഒരിക്കലും അങ്ങനെ എനിക്ക് തിരക്കാണെന്ന് ഞാൻ പറയാറില്ല, ഒരു പരാതിയില്ല. എപ്പോഴും തിരക്കാവണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. എനിക്ക് വർക്കില്ലാതിരിക്കുമ്പോഴാണ് ഭയങ്കരമായിട്ട് വിഷമം. ഭയങ്കര വർക്കോളിക്കാണ് ഞാൻ. അതെന്തെങ്കിലൊക്കെ ആയിട്ട് ജോലി ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് തിരക്കെന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല. ഐ എം വെരി ഹാപ്പി വിത്ത് മൈ ജോബ്. ഓക്കെ, അപ്പൊ അങ്ങനെ വലിയ ഇപ്പൊ പ്ലാൻഡ് ആയിട്ട് ഇപ്പൊ അടുത്ത ഒരു കുറച്ച് ദിവസത്തേക്ക് പ്ലാനിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല, അങ്ങനെയുള്ള സമയം എങ്ങനെ മാനേജ് ചെയ്യാ? ഈ വർക്കഹോളിക് ആയിട്ടുള്ള ആള് എഴുത്ത് ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാല് നേരെ എഴുത്തിലേക്ക് കയറും. അപ്പൊ അതങ്ങ് ഫില്ലാവും. ഓക്കെ, പിന്നെ അല്ലാത്ത ദിവസങ്ങളിലെ ഷൂട്ടും പരിപാടികളും അങ്ങനെ ഫില്ല് ആയിട്ട് തന്നെ പോവാൻ ശ്രമിക്കും. വെറുതെ ഇരിക്കണ പരിപാടി ഇല്ല. സിനിമ കാണല് പോലും ഞാൻ എന്റെ ജോലിയുടെ ഭാഗമായിട്ടാണ് കാണുന്നത്. സിനിമ എല്ലാ ദിവസവും ഒരെണ്ണം കാണാനുള്ള ശ്രമം നടക്കും. അത് എല്ലാ ദിവസവും ഒരു പടം എങ്ങനെയെങ്കിലും കാണാൻ നോക്കും. അത് രാവിലെ എണീറ്റിട്ടാണെങ്കിലും കാണും ഞാൻ. അത് അടിപൊളിയാണല്ലോ. അല്ല, അതൊരു ചേച്ചി, നമുക്ക് സിനിമയുടെ കാര്യത്തിന് സത്യം പറഞ്ഞാൽ നമുക്കൊരു ബുക്കോ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമോ ഒന്നുമില്ലല്ലോ. നമുക്ക് ആകെ ഉള്ളത് സിനിമകളിലേ ഉള്ളൂ. ഇത് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ അപ്പൊ സിനിമ കണ്ടോണ്ടിരിക്കും. അപ്പൊ അങ്ങനെ ഒരു ലേണിംഗ് എപ്പോഴും നടക്കുന്നുണ്ട്. അത് നടക്കണം. അതിനാണ് ഇപ്പൊ ദൈവാനുഗ്രഹിച്ചിട്ട് ഇപ്പൊ OTT-ലൊക്കെ അത്രയും അപ്ഡേറ്റ്സ് സിനിമകളും കാര്യങ്ങളൊക്കെ വന്നോണ്ടിരിക്കുകയല്ലേ. അപ്പൊ അത് വലിയ പാടാണ് നമുക്ക്. ഒരു പേഴ്സണൽ ഫേവറേറ്റ് ജോണർ അങ്ങനെ ഉണ്ടോ? എന്ത് കാണാനാണ് ഇഷ്ടം? അതോ എല്ലാം? എനിക്ക് മാസ് മസാല ഭയങ്കര ഇഷ്ടമാണ്. മാസ് മസാലയുടെ ആളാണ് ഞാൻ. അതായത് രജനികാന്ത് കൂടെ. ഞാൻ രജനി ഫാനാണ്. ഫസ്റ്റ് ഡേ ഇന്നലെ കൂലിയും ഫസ്റ്റ് ഷോ ഞാൻ കണ്ടിരിക്കും. ഓൾവേസ് എ ഫാൻ ബോയ്. എപ്പോഴും. അത് എനിക്ക് രജനികാന്തും തല അജിത്തുമാണ് എന്റെ ആ കാര്യത്തില് രണ്ടുപേര്. ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയ ഗുഡ് ബാഡ് ദ അഗ്ലി ഉണ്ടല്ലോ, അജിത്തിന്റെ റെഫറൻസ് വെച്ചിട്ടുള്ള സിനിമയായിരുന്നല്ലോ. അപ്പൊ അത് രണ്ട് രീതിയിലുള്ള അഭിപ്രായം വന്നു. അത് പോരെന്ന് തോന്നി. പടം ഭയങ്കര ബ്ലോക്ക് ബസ്റ്റർ ആണ്. എനിക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ എല്ലാ പടം കണ്ടിട്ടുണ്ട്. അപ്പൊ അതിലെ ഓരോ മൊമെന്റും ഓരോ ഡയലോഗും സ്പൂഫ് റെഫറൻസ് വരുമ്പോ നമുക്ക് കിക്കാണ്. ഇവിടെ പക്ഷെ കുറെ പേർക്ക് അത് കിട്ടിയിട്ടില്ല. അങ്ങനെയുണ്ട്. അപ്പൊ ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ പടം കണ്ടിട്ട്. അപ്പൊ ഈ സിനിമ ഫുൾ ടൈം സിനിമക്കാരൻ, ഇതിന്റെ അപ്പുറത്ത് ലൈക്ക് ഒരു സൈഡിൽ എഴുത്തുണ്ട്, ഇതൊന്നും അല്ലാത്തൊരു സൈഡ് ഉണ്ടോ? വേറെ എന്താ സന്തോഷം തരുന്ന കാര്യം? വേറെ സന്തോഷം തരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഫാമിലി ആയിട്ടുള്ള ഇരിപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചാൽ സമയം കിട്ടാറില്ല. എന്നാൽ പോലും കിട്ടുന്ന സമയങ്ങളിൽ ഞാനും വൈഫും കുഞ്ഞും അമ്മിച്ചിയും കൂടി പുറത്തു പോവുക, ഒരു നേരം ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് വല്ലാത്തൊരു സന്തോഷം. പിന്നെ ഫ്രണ്ട്സിന്റെ കൂടെ ഇരിക്കലും അതുപോലെ സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ്. അതൊക്കെ ഉള്ളൂ. എനിക്ക് അങ്ങനെ വേറെ. പിന്നെ വായന ഒരിടക്ക് മുറിഞ്ഞു പോയായിരുന്നു. ഇപ്പൊ ഞാൻ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ദേവകി എന്ന അണ്ടാൾ നായികയിലൂടെ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. എഴുതാനിരിക്കുന്ന ഒരു സ്പേസിൽ ഇപ്പൊ പലരും പറയും കുറച്ച് നാൾ നമ്മളിപ്പോ എഴുതി അല്ലെങ്കിൽ നിർത്തിയിട്ട് നമ്മൾ സിനിമയിലേക്ക് പോയി തിരിച്ചു വരും, ചിലപ്പോൾ ഒരു ക്രിയേറ്റീവ് ബ്ലോക്ക് വരും. അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്യാറുണ്ടോ? ബ്ലോക്ക് വെടിക്കെട്ട് കഴിഞ്ഞിട്ട് എഴുതി തുടങ്ങിയിട്ടുള്ള ബ്ലോക്കല്ല, എഴുതാൻ വേണ്ടിയിട്ടുള്ള ഇരിപ്പിന് വേണ്ടിയിട്ട് കുറെ സമയം എടുത്ത് ഞാൻ. കാരണം വെടിക്കെട്ട് എനിക്ക് ഭയങ്കര വിഷമം തന്നൊരു സിനിമയായിരുന്നു. കാരണം നമ്മൾ ബാക്കി എല്ലാ സിനിമകളും ബ്ലോക്ക് ബസ്റ്റർ ആയിട്ട് പോയിട്ട് ഇത് മാത്രമാണല്ലോ ഒന്ന് സാമ്പത്തികമായിട്ടൊരു തിരിത് വന്നത്. അപ്പൊ ആ സമയത്ത് ആദ്യമായിട്ട് അത് പരാജയം സ്വീകരിച്ചതിന്റെയും
റിയാലിറ്റിയിലേക്ക് വരാൻ ഇത്തിരി സമയം എടുത്തു ഞാൻ. ആ സമയത്ത് എനിക്ക് അടുത്ത എഴുതാൻ വേണ്ടിയിട്ട്, കാരണം ഹ്യൂമറാണ് ഇനി എഴുതേണ്ടത്. എന്നെ പ്രേമിലും അതിന് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ എഴുതിയ സംഭവങ്ങളൊക്കെ മാറിപ്പോകൂ, അല്ലെങ്കിൽ പുതിയ തമാശ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കും. സെൽഫ് ഡൗട്ട് വരും. അപ്പൊ വർക്കാവൂ. പക്ഷെ പ്രേമില് കണ്ടപ്പോ എനിക്ക് എല്ലാ ഡൗട്ടും മാറി. ആളുകൾ ചിരിക്കുന്ന കണ്ടപ്പോഴേ ഞാൻ ഓക്കെ ഫൈൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര എന്നെ സഹായിച്ച രണ്ടാമത് പ്രേമില് കണ്ടു കഴിഞ്ഞ് 2 ദിവസത്തിനുള്ളിൽ ഞാൻ അടുത്ത പരിപാടി എഴുതി തുടങ്ങി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ ക്രിയേറ്റീവ് ബ്ലോക്കും കളയാൻ ബിബിന് ഹെൽപ്പ് ആവുന്നത് സിനിമ തന്നെയാണ്. അത് വേറെ ആരെ കൊണ്ടും പറ്റില്ല, നമുക്ക് തന്നെ തോന്നലാണ്. വേറെ ഇപ്പൊ ചേച്ചി ഇപ്പൊ ഒന്ന് എന്നെ മോട്ടിവേറ്റ് ചെയ്യാന്ന് വിചാരിച്ചോ, ബിബിൻ അത് നിനക്ക് പറ്റും, നീ ഇത്ര നാൾ എഴുതിയല്ലേ എന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ മെന്റലി ഉള്ള ബ്ലോക്ക് എങ്ങനെ പോയാൽ അത് ഉള്ളിൽ നിന്ന് വരണം. അതെ, ഇത്രയും നാളത്തെ ഒരു സിനിമയിൽ നിന്നിട്ടുള്ളൊരു ലേണിങ്ങിനകത്ത് ലൈഫിലേക്ക് എടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ പാഠം സിനിമ തന്നത് എന്താ? സിനിമ തന്നത് ആഫ്റ്റർ ദ വെടിക്കെട്ട് ഞാൻ വീണ്ടും പറയാം. ആഫ്റ്റർ ദ വെടിക്കെട്ടിന് ശേഷം ഉണ്ടായ ഒരു മിതത്വം, സക്സസിനെയും ഫെയിലിയറിനെയും കാണേണ്ട രീതി, രണ്ടിനെയും ഒരു മിഡിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക്, ഞാൻ നേരത്തെ നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞ ഒരു സാധനം, എന്റെ സക്സസോ ഇതല്ല, ഞാൻ മൂവ്മെന്റ് നടക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ആഫ്റ്റർ ലോങ്ങിൽ ലാസ്റ്റിലെ ആളുകൾ നോക്കുമ്പോൾ ഞാൻ ഇവിടെ നിന്നൊരാള് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാവും. ഞാൻ ഇഴഞ്ഞായിരിക്കും വരുന്നേന്നുള്ളത് വിഷയമല്ല. ചിലപ്പോ വെടി കൊണ്ടിട്ട് വീണ് ചോര ഒലിച്ചിട്ട് ഞാൻ ഇങ്ങനെ വരുന്നുണ്ടാവും. അത് എനിക്ക് തോന്നുന്നു ഈവൻ ചേച്ചി അടക്കം നമ്മള് ഫസ്റ്റ് സമയത്ത് ഞാൻ കാണുമ്പോ, ഞാൻ റൈറ്ററാണ്, ചേച്ചി ആങ്കർ ചെയ്യുന്ന പ്രോഗ്രാമിൽ ഞാൻ കട്ടപ്പുറം ഋതിക് റോഷന്റെ പ്രൊമോഷന് വേണ്ടി വന്നതാണ്. അന്ന് ചേച്ചി എന്നോട് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ മിമിക്രി ആർട്ടിസ്റ്റാന്ന് പറഞ്ഞു. ഞാൻ അന്ന് 2 സ്റ്റാറൊക്കെ അനുകരിച്ചു. അങ്ങനെയാണ് നമ്മൾ തമ്മിലുള്ള തുടക്കം. അപ്പൊ അതിൽ നിന്ന് ചേച്ചി ഇപ്പൊ നമ്മൾ നിൽക്കുമ്പോൾ ചേച്ചി തന്നെ എന്നോട് പറയുന്നുണ്ട്, ബിബി കുറച്ച് നീ മൂവ് ചെയ്തു എന്ന് പറയുന്നതിലുള്ള സന്തോഷമാണ്. അതിന്റെ ഇടയിൽ ഈ പറഞ്ഞ സക്സസ് ഉണ്ട്, ഫെയിലിയർ ഉണ്ട്. അത് തന്നെയാണ് ആക്ച്വലി ലൈഫ് സത്യത്തിൽ. അങ്ങനെ നോക്കുമ്പോ ആ മിതത്വം നേടിയെടുക്കാൻ വലിയ പാടാ. ആ മിതത്വത്തിലേക്ക് ഞാൻ എത്തി. അതൊരു വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നുന്നു. കുറേ സുഹൃത്തുക്കള്, ഒത്തിരി കണക്ഷൻ ഉള്ള ആളുകള് ഒക്കെ ഉള്ളൊരു ഇൻഡസ്ട്രി ആണ്. അല്ലെങ്കിൽ ബിബിനാണെങ്കിലും ഒരുപാട് പേരുമായിട്ട് അങ്ങനെ കണക്റ്റഡ് ആണ്. ഈ കുറേ വർഷങ്ങൾക്കിടയിൽ ഈ റിലേഷൻഷിപ്പില് അല്ലെങ്കിൽ നമ്മൾ ആളുകളെ കാണുന്ന രീതിയിലൊക്കെ മാറ്റം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് കുറച്ച് ചേച്ചി, ഇപ്പൊ എനിക്ക് വളരെ 1-2 പേര് അല്ലെങ്കിൽ ഒരു എല്ലാവരോട്ടുള്ള കീപ്പ് ഇൻ ടച്ച് എന്നുള്ളതൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞു. പിന്നെ ഈ ഫിലിമിൽ തന്നെ സക്സസുമായി ബന്ധപ്പെട്ടിട്ടാണ്. സക്സസ് ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെ കല്യാണം പോലും അടുത്തുള്ള വിളിക്കില്ല. നമ്മുടെ പരിചയക്കാരായിരുന്നു. നമ്മൾ ആ ഒരു സമയത്ത് അവരായിട്ട് നമ്മൾ വിചാരിക്കും ഇവരെന്നെ കല്യാണം വിളിച്ചില്ലല്ലോ എന്ന് വിചാരിക്കും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത് നമുക്കൊരു ഫെയിലിയർ വരുമല്ലോ. ഫെയിലിയർ വരുമ്പോൾ ഏറ്റവും അടുത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച, ഇപ്പൊ നമ്മുടെ അനിയനെ പോലെ കണ്ട ആൾക്കാരായിരിക്കും. അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചില വേർഡുകൾ അവർ വേറെ ആളുകളോട് പറഞ്ഞായിരിക്കും. അത് നമ്മൾ ജെനുവിനാവുന്നിടത്തോളം നമ്മുടെ ചെവിയിൽ അത് എത്തിയിരിക്കും. കാരണം അവനെ നമ്മൾ പ്രകൃതിയും ദൈവവും തീരുമാനിച്ചേക്കുന്ന അവൻ നമ്മളിൽ നിന്ന് അകന്നു പോകണമെന്നാണ്. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു ഫെയിലിയറിൽ കേട്ടൊരു വാക്ക്, ഞാൻ എൻ്റെ സ്വന്തം അനിയനെ പോലെ കണ്ട് ഒരുപാട് ഞാൻ സഹായിച്ചിട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ വഴി സിനിമയിലൊക്കെ വന്ന ഒരാളാണ്. പക്ഷെ അവൻ വേറൊരാളോട് പറഞ്ഞു, ആ ഒരു സിനിമ എൻ്റെ ഫെയിലിയർ ടൈമിലുള്ള ഒരു സിനിമയിൽ പറഞ്ഞു, ബിബിൻ ചേട്ടൻ ഫീൽഡിലോട്ട് ഔട്ട് ചെയ്യപ്പെടത്തോടുകൂടി എന്ന് പറയുന്ന ഒരു വാക്ക്. അപ്പൊ ഞാൻ ആലോചിച്ചു, ആ വാക്ക് എങ്ങനെ ഇയാളിത് നാവിൽ നിന്ന് വരാൻ പറ്റുന്നു? ഞാൻ ഇന്നുവരെ അവനൊരു ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ. എല്ലാം അവനെ ആലോചിച്ച് കഴിഞ്ഞാൽ ശരിയല്ല, പുള്ളി എന്നെ ഇതുവരെ ദ്രോഹം ചെയ്തിട്ടില്ലെന്ന് പുള്ളിക്ക് അവന് ചിന്തിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അവന്റെ അറിയാണ്ട് വാക്ക് വന്നു. അപ്പൊ ഇങ്ങനെയുള്ളതൊക്കെ കേട്ട് എന്നിട്ട് നമ്മൾ നിന്നോ? ഇവരുണ്ടാവുന്നതിന് മുമ്പേ, അല്ലെങ്കിൽ ഇവരെ ഞാൻ കാണുന്നതിന് മുമ്പേ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ മറ്റേ വാത്സല്യം കണ്ട സമയത്തോ വിഷ്ണുലോകം കണ്ട സമയത്ത് തീരുമാനിച്ചൊരു കാര്യമാണ് സിനിമയിൽ വരണമെന്ന്. അന്ന് ഇവരാരുമില്ല. ഞാൻ എപ്പോഴും ഒരു വലിയൊരു കാര്യം പറയും ചേച്ചി, ഞാൻ ആർട്ടിസ്റ്റുകളുടെ കാര്യത്തിൽ ഭയങ്കരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കന്നഡ പറ്റിയത് ഐ കോണ്ടാക്ട് ഇട്ടാനാണ്. നമ്മൾ ഒരു പുഴയിൽ കടകാലടിച്ച് നീന്തിക്കൊണ്ടിരിക്കുകയാണ്, മരണവിപ്രാളാണ് ചേച്ചി, ഒരു തുള്ളി ശ്വാസം കിട്ടാനില്ല, രക്ഷിക്കണേന്നും പറഞ്ഞ് കൈ ഇങ്ങനെ അടിച്ചോട്ടിരിക്കുക. ഇല്ല, ആരുമില്ല രക്ഷിക്കാൻ, ഒറ്റയ്ക്ക് നീന്തുകയാണ്. നീന്തി ഏതൊക്കെയോ ഒരു മരക്കഷ്ണം കിട്ടി, അല്ലെങ്കിൽ അത് ഒടിച്ചെടുത്ത് എവിടെയോ ഒഴുകിപ്പോയ, വെള്ളപ്പൊക്കത്തിൽ ഒഴുകിപ്പോയ സാധനമാണ്. അത് പിടിച്ചു വലിച്ച് അതിൽ കയറി ഒരുവിധം ഞാൻ നേരെ ഇവിടെ വന്ന് കിടന്നു. എവിടെ? പുഴയുടെ അരിയത്ത്. അപ്പോൾ
ആളുകൾ കൂടി വന്നിട്ട് ഷർട്ട് നനഞ്ഞു കിടക്കുന്നു, ആ ഷർട്ട് ഇതേ മേത്തുനിന്ന് മാറി കിടക്കുന്നു, ഷർട്ട് എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, അയ്യേ ഇയാൾക്ക് എന്താ മര്യാദക്ക് ഡ്രസ്സ് ചെയ്താല് എന്ന് പറഞ്ഞിട്ട് നമ്മളെ വിമർശിക്കുകയാണ്. നമ്മൾ ആ കടകാലടിച്ചെടുത്ത് ആരുമില്ല. അപ്പൊ ഇങ്ങനെയുള്ളവര് നമ്മളെ പറയരുത്, പറഞ്ഞോട്ടെ, അത് പറയും. വിമർശിച്ചാല് ആക്ച്വലി പറയില്ലേ, നമ്മൾ പറയും നല്ല സുഹൃത്തുക്കളാണെങ്കിൽ നല്ല വിമർശിക്കും, എന്നാലാണ് അവർ ഇമ്പ്രൂവ് ആവുള്ളൂ. അവനവൻ തിരുത്തുന്ന തിരുത്തല്ലാതെ ചേച്ചി ലോകത്ത് അവനവന്റെ അനുഭവങ്ങളിൽ നിന്നുള്ള തിരുത്ത്, അല്ലാതെ നമ്മൾ സ്വയം വേറൊരാള് പറഞ്ഞിട്ട് നമ്മൾ തിരുത്തലൊന്നും നടക്കുന്നില്ല. നമ്മളുടെ ഒരു ഡിഫൻസ് മെക്കാനിസം ഉണ്ട് നമ്മുടെ ഉള്ളില്. നമ്മള് ചേച്ചി ഇപ്പൊ എന്നോട് പറയാം, ബിബിനെ ഡ്രസ്സിംഗ് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, നിന്റെ ഇത് ഞാൻ അത് എന്താന്ന് അറിയാമോ, ഇന്ന് ഞാൻ അതൊന്നും പറഞ്ഞാൽ നമ്മൾ ഡിഫെൻസ് ചെയ്യും. ആ ഡിഫെൻസ് ചെയ്തിട്ട് പതുക്കെ ചേച്ചി പറഞ്ഞ സാധനങ്ങളാണെങ്കിലും എന്താണെങ്കിലും പതുക്കെ നമ്മുടെ ഉള്ളിലേക്ക് അത് വന്ന് നമുക്ക് എപ്പോഴെങ്കിലും തോന്നും ശരിയാട്ടോ, അങ്ങനെ നമ്മൾ മാറ്റുള്ളൂ. ഉറപ്പായിട്ടും. അല്ലാതെ പുതിയൊരാള് ഇന്നലെ വന്നൊരു സുഹൃത്ത് വന്നിട്ട് എനിക്ക് ഇതാണ് സത്യത്തിൽ സിനിമയിൽ കിട്ടിയ ഏറ്റവും വലിയ പാഠം. സക്സസ് ഉണ്ടെങ്കിലേ എല്ലാവരും ഉള്ളൂ. ആ സക്സസ് ഇല്ലാത്തപ്പോൾ ഉള്ളവരെ കൂടെ കൊണ്ടു നടക്കുക, അവരെ മരണം വരെ കൈവിടാതിരിക്കുക. ഒരുപാട് കാര്യങ്ങളൊന്നും അവർ ചെയ്തില്ലെങ്കിലും നമ്മൾക്ക് മനസ്സ് തുറന്ന് വിഷമങ്ങൾ പറയാൻ പറ്റിയ ഒരാളെ കിട്ടുക എന്നുള്ളത്, അത് 1-2 പേര് മതി, ബെസ്റ്റ് ആയിരിക്കും. ഇതാണ് എനിക്ക് കിട്ടിയ പാഠം. ചേച്ചിക്ക് തോന്നിയിട്ടുണ്ടോ അങ്ങനെ? ഉറപ്പായിട്ടും. പിന്നെ നമ്മൾ വിമർശനങ്ങളിലെ എല്ലാവരും വിമർശിക്കണവര് ഏറ്റവും പറയുന്ന അഡ്വാൻറ്റേജ് എടുക്കുന്ന ഡയലോഗാണ് ചോദിച്ചത്. അവന്മാരുടെ കൂടെ കുറെ പേരുണ്ടാവും, അവന്മാരിപ്പോ കൊളുത്തിക്കൊണ്ട് കിടക്കുമായിരിക്കും. ഞാൻ അങ്ങനെയല്ല, ഞാൻ സീരിയസ് മുഖത്ത് നോക്കി കാര്യം പറയും, ഒരു കാര്യമില്ല. മറ്റവര് പറയുന്ന പോസിറ്റീവ് കാര്യമില്ലേ, ആ പോസിറ്റീവിലായിരിക്കും നമ്മൾ 2 സ്റ്റെപ്പ് വെക്കുന്നത്. അതെ, ഇങ്ങനെ നമ്മൾ കാടടച്ച് വിമർശിക്കുന്ന ആൾക്കാർ എപ്പോഴും പറയുന്ന ഒരു ന്യായീകരണമാണിത്. ഞാനത് നല്ലതിന് വേണ്ടി പറഞ്ഞു, ഞാൻ എന്റെ നേച്ചർ ഇങ്ങനെയാണ്, ഞാൻ നല്ലതിന് വേണ്ടി പറഞ്ഞു. പക്ഷെ ഒരുപാട് പേർക്ക് ഈ പറഞ്ഞൊരു വാക്ക് ചിലപ്പോൾ വിശ്വസിച്ച് മൈൻഡ് വോയിസ് ആയി കയറി പോകുന്ന ആൾക്കാരുണ്ട്. രക്ഷപ്പെടില്ലായിരിക്കും എന്നൊക്കെ ഒരു ജഡ്ജ്മെന്റിന്റെ പുറത്ത് പറഞ്ഞിട്ട് അയാളെ പറഞ്ഞതിനെ വർഷങ്ങളോളം കൊണ്ടു നടന്ന് നമ്മുടെ റിയാലിറ്റി അത് ഫോം ചെയ്ത് കളയും. മനസ്സിലാവില്ല ഇയാളെ നമ്മൾ ആ പറഞ്ഞ സാധനം നമ്മൾ തിങ്ക് ചെയ്യുമ്പോ ചേച്ചി അറിയാലോ ചേച്ചിക്ക് ലോ ഓഫ് അട്രാക്ഷൻ തിയറി എന്താ? ആ ലോ ഓഫ് അട്രാക്ഷൻ നമ്മളേക്ക് അറിയാണ്ട് വന്നു. മറ്റേത് നമ്മള് അത്രയും നമുക്ക് ചങ്കുറ്റുള്ളവർ മാത്രമേ പോയാൻ പറയാനോടെന്ന് പറയുള്ളൂ. നമ്മളൊക്കെ അങ്ങനെയാണ്. ഞാനൊക്കെ കുഞ്ഞുനാൾ പോലെ അങ്ങനെയാണ്. എന്തെങ്കിലും എനിക്ക് പറ്റിയില്ലെന്ന് പറഞ്ഞാ എങ്കിൽ കാണിച്ചു തരാമല്ലോ, ഈ മൂടാണല്ലോ നമ്മൾ എടുത്തേക്കുന്നത്. ഇല്ലെങ്കിൽ മുന്നോട്ട് പോകില്ല ചേച്ചി. അത് ഇന്നത്തെ ലോകമാണെങ്കിൽ നമുക്ക്, ഞാൻ എപ്പോഴും വിചാരിക്കും ചേച്ചി, ഐ എം നോട്ട് സ്യൂട്ട് ഫോർ ദ വേൾഡ് എന്ന്, ഇപ്പോഴത്തെ ദിസ് വേൾഡ്. കാരണം എനിക്ക് ഈ സോഷ്യൽ മീഡിയ ലോകത്ത് അപ്ഡേഷന് വേണ്ടി മാത്രം ഇത് നോക്കുന്ന ആളാണ്. എനിക്ക് നാളെ കഥ എഴുതുമ്പോൾ പൂക്കി എന്താണെന്നും സ്കിബിഡി എന്താണെന്നും മനസ്സിലാവണം എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക്. അതിനു വേണ്ടിയിട്ടാണ് ഞാനിത് കാണുന്നത്. ലേണിംഗിന് വേണ്ടി മാത്രമാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഇത് എനിക്ക് താല്പര്യമില്ല. കാരണം എനിക്കും ചേച്ചിക്കും നമ്മുടേതായ 1000 പ്രശ്നങ്ങളില്ലേ ചേച്ചി. അതിൽ നമുക്ക് എന്തിനാണ് വേറൊരാളുടെ പ്രശ്നം? അവര് തമ്മിൽ ഇത് പ്രശ്നം, ഇവര് തമ്മിൽ ഇത് പ്രശ്നം, അവര് ഒളിച്ചോടി ഇവര് ഒളിച്ചോടി, മറ്റേ 14 വയസ്സുകാരൻ മറ്റവരും കൂടി കല്യാണം കഴിച്ച്, ഇതൊക്കെ എന്തിനാ? അവര് മാൽഡീവ്സിൽ പോയി പൊക്കോട്ടെ, ഞാൻ എന്തിനാ അറിയണം? ഒരു കമ്പാരിസണുള്ള ലോകത്തേക്ക് നമ്മളെ തള്ളിവിടണം. രാവിലെ എഴുന്നേറ്റിട്ട് നമ്മളിങ്ങനെ ഇരിക്കുമ്പോ അവര് ഹാപ്പി ആവണേ, അവരവിടെ കരഞ്ഞു മെഴുകിയിട്ട് കണ്ണ് തുടച്ചിട്ടായിരിക്കും. അത് നമ്മൾ അറിയൂല. അതാണ് സത്യം. എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നു. ഞാൻ ഇപ്പൊ ചേച്ചിനോട് ആയതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു പോവാണ്. അത് ആക്ച്വലി കുറെ ഒരു മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ കമ്പയർ ചെയ്ത് നമുക്കൊന്നും ഇല്ല എന്നുള്ള തോട്ട് വന്ന് ഇത് മനസ്സിലാക്കിയവരും ഓക്കെ. ഒരു ഞാൻ പറയുന്നത് ഒരു അഡൽട്ട്ഹുഡ് ഏരിയയിലൊക്കെ ഉള്ള കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും ഇപ്പൊ? ഭയങ്കരമായിട്ട് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഉറപ്പായിട്ടും. എനിക്കറിയാം, ഇപ്പൊ ഈ 20 വയസ്സുള്ള കുട്ടികൾ അല്ലെങ്കിൽ ഇപ്പൊ ഒരു 17 വയസ്സ്, അവര് റിലേഷൻഷിപ്പിനെ പോലും കാണുന്നത് ആ ഒരു പെർസ്പെക്റ്റീവില്, സക്സസ്ഫുൾ ആയവരുടെ പെർസ്പെക്റ്റീവില്. അപ്പൊ അവരുടെ ചെറിയ കുറവുകളെ പോലും ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്ത്, ചേച്ചി ഞാൻ ലൈഫിൽ ഫെയിലിയർ ആവും കേട്ടോ, ഞാൻ എന്റെ ഒരു എക്സാമിന്റെ പേപ്പർ എന്നുള്ള വാക്കൊക്കെ സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഞാൻ ഡിപ്രഷൻ ആയിരുന്നു. ഡിപ്രഷൻ ആക്ച്വലി അറിയാൻ പാടില്ല ഇവർക്ക്. ഡിപ്രഷൻ ഭീകരമാണ്. അതിലൂടെ സഫർ ചെയ്യാന്ന് പറയുന്നത് ഈ പറയുന്ന വാക്കല്ല. ബ്രേക്കപ്പ് എന്ന് പറയുന്നത് എളുപ്പത്തിൽ പറഞ്ഞ പോലെയായി. നേരത്തെ ഒരു സ്നേഹബന്ധം മുറിയുക എന്ന് പറയുന്നത് അതിന്റെ വേദന ഉണ്ട് ആ മുറിവിന്, അല്ലേ? ഞാൻ ജസ്റ്റ് ലെറ്റ്സ് ബ്രേക്കപ്പ് എന്ന് പറയുന്ന ഒരു സിംപിൾസിറ്റി ഇല്ലേ? നമ്മൾ മാതൃഭാഷയിൽ മാപ്പ് പറയുന്നതും സോറി എന്ന് പറയുന്ന തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ. എന്നോട് ക്ഷമിക്കൂ എന്ന് പറയാൻ ഇത്തിരി പാടാ. ഐ എം സോറി പെട്ടെന്ന് പറയാൻ പറ്റും. കാരണം നമ്മുടെ മദർ ലാംഗ്വേജ് അല്ല, അതിന്റെ ഈസിനെസ് ഇല്ലേ, അത് തന്നെയാണ് ഇതിലെല്ലാത്തിലും. വിപിൻ എങ്ങനെ സ്പിരിച്വലി ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ള ആളാണോ?
ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എല്ലാ ദൈവങ്ങളെയും ഞാൻ ക്രിസ്ത്യനാണ്. ഞാൻ ആ മതത്തിൽ വിശ്വസിച്ച അതിൻ്റെ പ്രാർത്ഥനയിൽ എല്ലാ ഞായറാഴ്ചയും കുർബാന കൂടുന്ന ഒരാളാണ്. പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ജനിച്ചു വളർന്ന നാട് എന്നെ പഠിപ്പിച്ചത്, നിലമഞ്ഞോളം എന്ന് പറഞ്ഞ നാടൊരു എല്ലാ മതങ്ങളും, എൻ്റെ ഇപ്പുറത്ത് ക്രിസ്ത്യനും ഇപ്പുറത്ത് ഹിന്ദു ഇപ്പുറത്ത് മുസ്ലിമായിരുന്നു. അപ്പോൾ ഞാനൊരു +1 മുതൽ മുസ്ലിങ്ങളുടെ എല്ലാ നോമ്പും എടുത്ത് അമറക് ബ്രന്തോണി വരെ എല്ലാ നോമ്പും ഞാൻ എടുക്കുമായിരുന്നു. ആ ഒരു മാസമില്ലേ, ആ നോമ്പ് ഞാൻ എടുക്കുമായിരുന്നു. അതേപോലെ തന്നെ ഞാൻ അമ്പലങ്ങളിലും പോകും. എനിക്കപ്പോൾ എന്താണെന്ന് അറിയാൻ പാടില്ല, ഇവരെല്ലാവരും ആകാശത്തേക്ക് നോക്കി ഒരു സോഴ്സിന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. യേശു 41 ദിവസം വ്രതം എടുത്ത് മുകളിലേക്ക് പിതാവേന്ന് വിളിച്ചത് മുകളിലേക്കാണ്. ത്രിമൂർത്തികൾ 3 പേരും പ്രാർത്ഥിക്കുന്നതൊക്കെ ഒരു ഓജസ്സിലേക്കാണ്. അതുപോലെ തന്നെ മുഹമ്മദ് നബിയും എല്ലാവരും മുകളിലുള്ള ഒരാളെ വിളിക്കുന്നത്. ആ മുകളിലുള്ള ഒരാളാണ് ഇതെല്ലാം ഡിസൈഡ് ചെയ്യുന്നത്. അങ്ങനെയാണ് എൻ്റെ മതം എന്ന് പറയുന്നത്. പിന്നെ അത് ബാക്കി എൻ്റെ സ്പിരിച്വൽ കാര്യങ്ങളും ആത്മീയതയൊക്കെ നമ്മൾ ഈ ബൈബിള് കാര്യങ്ങൾ എല്ലാത്തിലും പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ വളരെ സിമ്പിളായിട്ട് ഭഗവത്ഗീത അല്ലെങ്കിൽ മഹാഭാരതത്തിലൊക്കെ പറയുന്നതിൻ്റെ ഏറ്റവും എല്ലാം നല്ലതിനെന്നുള്ള വാക്ക് അതിൽ ഇതാണ്. ബൈബിളിൽ നിന്ന് ഞാൻ എടുത്തേക്കുന്ന വചനം ആത്മാവ് പരിശോധിക്കുമ്പോൾ നന്നായാൽ മതിയെന്ന്. ഞാൻ എന്തും ആയിക്കോട്ടെ, കുറെ ചിലപ്പോൾ എനിക്ക് മോശം ചീത്ത വശങ്ങളൊക്കെ എനിക്കും ഉണ്ടാവുമല്ലോ, മനുഷ്യനല്ലേ, എന്തും ആയിക്കോട്ടെ, പക്ഷെ എൻ്റെ അകം പരിശോധിക്കുമ്പോഴേ അവൻ നല്ലവനാണ്. അതാണ് കൃത്യമായിട്ട് പറഞ്ഞത്. പിന്നെ ഖുറാനിൽ എടുത്തേക്കുന്നതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അതിൽ പറയുന്നത് അയൽവക്കത്തൊരാൾ ഭക്ഷണം കഴിക്കാതെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റ് അല്ല എന്ന് പറയുന്നത്. അതും വലിയൊരു തിയറി പെട്ടതാണ്. അങ്ങനെ എല്ലാത്തിൽ നിന്നും നമുക്ക് കുറച്ച് സിക്കൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ആകെ സസ്യകാലം മാത്രം സിക്കിൽ അറിയുള്ളൂ, പിന്നെ ഒരു പനീർ ടിക്ക അറിയാം. പറഞ്ഞു വരുമ്പോ എല്ലാം കണക്ട് ചെയ്യുന്ന ഒന്നിലേക്ക് തന്നെയായിരിക്കും. അത്രേ ഉള്ളൂ, അത് തന്നെയാണല്ലോ സത്യം. അതെ, ഒരു പേരന്റ് ആവുമ്പോ നമ്മുടെ ലൈഫിന്റെ നമ്മൾ കാണുന്ന രീതി തന്നെ മാറിപ്പോ അല്ലെ. നമ്മളെ നോക്കിക്കൊണ്ട് ഒരാള് ഉണ്ട് അല്ലെ, നമ്മൾ എന്താ ചെയ്യണേന്നുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും പഠിക്കാൻ വേണ്ടിയിട്ട് അതൊരു നമ്മുടെ ലൈഫിനെ തന്നെ മാറ്റുന്ന ഒരു കാര്യമല്ലേ. എന്നെ നോക്കി ഒരാൾ ഇരിക്കുന്നു, എന്നെ നോക്കി ഒരാൾ പഠിക്കുന്നു, അപ്പൊ ഞാൻ ആവുന്ന വ്യക്തി കുറച്ചും കൂടെ നന്നാവണം, അങ്ങനെ ഒരു ചിന്ത വരാറുണ്ടോ? അങ്ങനെ ചിന്ത വരാറുണ്ട്. വീട്ടിലേക്ക് ഇങ്ങനെ ദേഷ്യമൊക്കെ വരുമല്ലോ. ഞാൻ ആകെ ദേഷ്യപ്പെടുന്ന ഇപ്പോ, നേരത്തെ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡ് ആയിരുന്നു. അത് എൻ്റെ ഈ ഡയറ്റും കൂടി ഉള്ളത് കൊണ്ടായിരുന്നു പെട്ടെന്ന് ഞാൻ ഷോർട്ട് ടെമ്പേർഡ് ആയിരുന്നു വെച്ചാൽ. ഇപ്പൊ ഞാൻ ആകെ ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ അമ്മ, വൈഫ്, പിന്നെ എൻ്റെ ഇവൻ രവി കൂട്ടുകാരൻ, ഈ 3 പേരേ ഉള്ളൂ. ബാക്കി പുറത്തുള്ള ദേഷ്യപ്പെടലും പരിപാടികളൊക്കെ ഒതുങ്ങിപ്പോയി. ഇല്ല, പരിപൂർണമായിട്ടില്ല. ഇവര് 3 പേര് എന്നെ വിട്ടു പോകില്ലെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടും കൂടിയാണ് നമ്മളിത് എവിടെയെങ്കിലും ഇത് ചെയ്യണമല്ലോ ചേച്ചി, എക്സ്പ്രസ് ചെയ്യണമല്ലോ, അല്ലെങ്കിൽ നമ്മൾ ഒട്ടിപ്പോവും. ഈ പറയുന്ന സ്ട്രെസ് എന്ന് പറയുന്ന ചില്ലറ കാര്യമല്ലല്ലോ. ഇതിൽ സഫർ ചെയ്യുമ്പോൾ പലതും നമ്മൾ കേട്ടിട്ട് ഈ പറഞ്ഞ പോലെ ആ വാക്കൊക്കെ എടുത്ത് കളയാൻ, അവൻ പറഞ്ഞ വാക്കൊക്കെ എടുത്ത് കളയാൻ നമുക്ക് അന്ന് രാത്രി ഒരു കരച്ചിലും കൂടി കഴിഞ്ഞിട്ടുണ്ട്. കാരണം അത്രയും സ്നേഹിച്ചിട്ടുണ്ടാവേ. അതാണ് ഞാൻ ഇപ്പൊ അപ്പുറത്തെ ഇന്റർവ്യൂ പറഞ്ഞു, അപ്പച്ചൻ പഠിപ്പിച്ചതിൽ ഏറ്റവും മോശം പാഠവും നല്ല പാഠവും എല്ലാവരും ഒരേപോലെ കാണാൻ പഠിപ്പിച്ച. അതുള്ളതുകൊണ്ട് എനിക്ക് നല്ലതും സംഭവിച്ചിട്ടുണ്ട്, ഉപദ്രവവും സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ അതേപോലെ ചേച്ചി വേറൊരാളെ കാണുന്നത് ചേച്ചീനെ പോലെ തന്നെയാണ് കണ്ടു കളയും. അതിനെ മറ്റേ സൈക്കോളജിയിൽ മൈൻഡ് മാപ്പിംഗ് എന്ന് പറയും. ഈ മൈൻഡ് മാപ്പിങ്ങിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഫ്രോഡാണോ എന്നുള്ളത് നമുക്ക് നമ്മളുടെ ഓർമ്മ വെച്ചിട്ട് നമുക്ക് ആദ്യം തിരിച്ചറിയാൻ പറ്റും. അപ്പൊ നമ്മള് പിന്നെ നമ്മൾ അതിങ്ങനെ അനുഭവിച്ചറിയുമ്പോൾ അതെന്താന്ന് നമ്മൾ അതേപോലെ സ്നേഹിക്കും, നമ്മൾ അതുപോലെയാണെന്ന് വിചാരിക്കും. ഒരു കാറിന്റെ ഡോറ് തുറന്നു തന്നാൽ അതിന്റെ ഉള്ളിൽ നിന്ന് സാധനം എടുത്തുകൊണ്ട് പോകുന്ന നമ്മൾ എടുക്കാറില്ലല്ലോ. അതുകൊണ്ട് നമ്മളത് അടച്ചില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് വിചാരിക്കും. ചിലപ്പോൾ അടുത്തവർ എടുത്തുകൊണ്ട് പോകും. അതാണ് കറക്റ്റ്. പാരന്റിംഗിലേക്ക് വന്നാ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് ഈ പറഞ്ഞ ദേഷ്യമൊക്കെ ഉണ്ട്. അപ്പൊ കൊച്ചു വരുമ്പോ നമ്മളെ പെട്ടെന്ന് നമ്മൾ ദേഷ്യപ്പെടുകയാണെങ്കിലും പെട്ടെന്ന് കൊച്ചു വരുമ്പോഴേക്കൊന്ന് പറയും അവളത് കാണണ്ടാന്ന് വിചാരിച്ചിട്ട്. കുഞ്ഞ് നമ്മളെ ഒരുപാട് നന്നാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് പെങ്കൊച്ചാണല്ലോ. അപ്പൊ അവള് ആകെ നോക്കുന്നത് എന്തും പറയാനുള്ളൊരു ഫ്രീഡം കൊച്ചിനുണ്ടാക്കുക എന്നുള്ളതാണ് ഞാനിപ്പോ ആകെ ചെയ്യുന്നത്. അതേ നമുക്ക് ചെയ്യാനുള്ളൂ. പിന്നെ നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുക, ബാക്കിയൊക്കെ അവരുടെ ഇഷ്ടത്തിന്. അവള് കുറച്ച് വലുതാവുമ്പോ എന്താന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ, എന്താവണം എന്നുള്ളതും. അതാണല്ലോ എൻ്റെ. ഭക്ഷണം ഭയങ്കര പാഷനേറ്റ് ആയിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളാണോ?
ആണ്. പക്ഷെ ഏറ്റവും കൂടുതൽ ലൈഫിൽ കുറച്ച് കഴിച്ചേക്കുന്നതും ഭക്ഷണമാണ്. ഒരു ഏരിയ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് നല്ല വണ്ണുണ്ട് ആ സമയത്ത്. അതിന് മുമ്പ് 98 കിലോ ഒക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ഓവർ സൈസ് ആയിരുന്നല്ലോ ഞാൻ. അപ്പൊ അതിൽ നിന്ന് ഈ സിനിമയിലേക്ക് വന്ന് ഈ നായക പരിപാടിയിലേക്കൊക്കെ ആയപ്പോഴാണ് ഞാൻ ഇങ്ങനെ കുറച്ച് ഇതിന്റെ ഭാഗം വന്നത്. പക്ഷെ അവിടെ നിന്ന് തുടങ്ങി ചോറൊക്കെ കട്ട് ചെയ്തിട്ടേ ഈ ഞാൻ പറഞ്ഞില്ലേ, ഒരിക്കലും പരമാവധി ഡയറ്റ് എടുക്കാതെ ഭക്ഷണം കഴിച്ച് സന്തോഷിക്കാനാണ് ഞാൻ എല്ലാവരോടും പറയാം. ഇതിന് ഡയറ്റിനൊരു നമ്മുടെ സന്തോഷം കെടുത്തിക്കളയും. ഷുഗർ കട്ട് എന്നൊക്കെ പറയണില്ലേ, ഈ ഡോപ്പോമിനൊക്കെ താഴ്ത്തിയിട്ട് നമ്മളാകെ സ്ട്രെസ്സായി പോകും ചേച്ചി. എന്തിനാണെന്ന് ആലോചിക്കും. നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് കുറയ്ക്കാം. ഇപ്പൊ ഞാൻ അതുകൊണ്ട് എന്ത് ചെയ്യുന്ന പറയുമ്പോ ഒരു നേരം നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണത്തിലേക്ക് ആക്കി. അപ്പൊ ഇപ്പൊ എനിക്ക് ആ പഴയ സ്ട്രെസ് ഇല്ല. ഞാൻ ഉച്ചയ്ക്ക് ചോറ് കഴിക്കും, രാത്രി ഗ്രിൽഡാക്കി, രാവിലെ എന്ത് ലെഗ് വെയിറ്റോ. അപ്പൊ അതിങ്ങനെ ബാലൻസ്ഡ്. മനസ്സിലായി. ഏറ്റവും ഒരു കംഫർട്ട് ഫുഡ് ചോദിച്ചാൽ എന്തായിരിക്കും? എനി ടൈം ഇടിയപ്പം മീൻകറി. ഇടിയപ്പം മീൻകറിയോ? വർഷങ്ങളോളം, എത്ര കൊല്ലമായി എന്റെ വീട്ടിൽ എല്ലാ ദിവസവും ഇടിയപ്പം ഉണ്ട്. എല്ലാ ദിവസവും ഇടിയപ്പം ഉണ്ട്. ഞാൻ ഈ ഇടിയപ്പം മീൻകറി ഇതുവരെ കഴിച്ചു നോക്കിയിട്ടില്ല. പിന്നെ ഒന്ന് കഴിച്ചു നോക്കാം. ധൈര്യമായിട്ട് എന്റെ വീട്ടിട്ട് വരെ ഞാൻ മേടിച്ചുതരാം. ഇടിയപ്പം മീൻകറി ഒടുക്കത്തെ ടേസ്റ്റാ. തലേദിവസത്തെ മീൻകറി ആണെങ്കിൽ പറയേ വേണ്ട. ഇടിയപ്പം മീൻകറി എന്റെ ചെറുപ്പത്തില് ഒരു മുക്കുൽസ് എന്ന് പറഞ്ഞൊരു ഉമ്മ ഉണ്ടായിരുന്നു അവിടെ. അന്ന് അപ്പിച്ച് 5 രൂപ തരും. നേരെ 5 രൂപ കൊണ്ട് ഉമ്മച്ചിയുടെ അടുത്ത് പോകും. 5 രൂപക്ക് അന്ന് 5 ഇടിയപ്പം കിട്ടും. കുഞ്ഞിലല്ലേ. അപ്പൊ ആ ഉമ്മ എന്ത് ചെയ്തെന്ന് വെച്ചാല് തലേദിവസത്തെ മീൻകറി ഉണ്ടാവും, അതിലൊരു ഇത്തിരി കഞ്ഞിവെള്ളം ഒഴിക്കും. കഞ്ഞിവെള്ളം എടുത്തിട്ട് ഉമ്മ ഇങ്ങനെ ഒന്ന് ഇടും. എന്നിട്ട് അതിൽ മറ്റേ ആ പുളിയൊക്കെ ഇങ്ങനെ എടുത്ത് കളയും. എന്നിട്ട് ആ 5 ഇടിയപ്പത്തിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കളയും. അത് ചിലപ്പോ തേങ്ങ അരച്ചതായിരിക്കും, ചിലപ്പോ മുളകിട്ടായിരിക്കും. മൊത്തം പുള്ളിയോ. ആ സാധനം ഇപ്പോഴും ഞാൻ എവിടെ പുറത്തു പോയി കഴിച്ചാലും എവിടെ പോയാലും ഇല്ലേ, ഇപ്പൊ എനിക്കിത് പുട്ട് കഴിക്കണമെന്നാണെന്ന് എന്റെ ആഗ്രഹം. അവിടെ പുട്ടേ ഉള്ളൂങ്കിലും ഒരു ഇടിയപ്പം ഞാൻ സൈഡിൽ പിടിച്ചു. ഇടിയപ്പ ഭ്രാന്തനാണ് ഞാൻ. അടിപൊളി. അത് പറഞ്ഞപ്പോഴാണ് മറ്റേ ഈ സ്റ്റോറി ടെല്ലേഴ്സ് പറയുമ്പോ നമുക്ക് ആ വിഷ്വല് കിട്ടുമല്ലോ. ആ വിഷ്വല് കിട്ടി എനിക്ക്. ഉഗ്രം കോമ്പിനേഷൻ. ഇടിയപ്പത്തിന് വേറൊരു ഗംഭീര കോമ്പിനേഷൻ ഉണ്ട് ചേച്ചി. അത് എനിക്ക് അറിയില്ല നിങ്ങൾക്ക് വർക്കാവുന്നു. ഇടിയപ്പത്തിന് മോര് കാച്ചിയതില്ലേ, മോര് കാച്ചിയത് കടുക് നല്ല വൃത്തിയായിട്ട് കാണുന്നത്, ചുവന്ന മുളകുള്ളത്. മനസ്സിലായി. ആ സാധനം ഗംഭീരമാണ്. ഇടിയപ്പവും മോര് കാച്ചിയതും കഴിച്ചു നോക്കൂ. ഓക്കെ, പലതും പരീക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഇത് പക്ഷെ പരീക്ഷണമല്ലല്ലോ. ഇടിയപ്പവും കറിയും എനിക്ക് തോന്നുന്നു എല്ലായിടത്തും ഉള്ളതല്ലേ. പിന്നെ തലശ്ശേരിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ആദ്യം അതല്ലേ പറയാ, എന്താ കഴിക്കാനുള്ള മത്സ്യമുണ്ട്, ഇടിയപ്പുണ്ട്. ഞാൻ ആദ്യം പറയാം പൊറോട്ടയും കഴിക്കും. അവര് മത്സ്യം എന്നാ മീൻകറിയെ പറയാം. അങ്ങനെ അപ്പൊ ഇങ്ങനെ കുറച്ച് കുഞ്ഞു വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. താങ്ക് യു സോ മച്ച്. കൂടിപ്പോയോ നമ്മുടെ? ഇല്ല, ഓഫ് സ്ക്രിപ്റ്റ് നമ്മളിങ്ങനെ വല്ലപ്പോഴും അല്ലേ സംസാരിക്കാം. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു തീമൊക്കെ വെച്ച് നമ്മള് കഥയൊക്കെ പറഞ്ഞ് സിനിമയുടെ കാര്യമൊക്കെ പറഞ്ഞു. ഇതിപ്പോ നമ്മൾ അതിന്റെ പുറത്തുള്ള നല്ലായിരുന്നു. ഞാനപ്പോ ചേച്ചിയായിട്ടാണെന്ന് തോന്നുന്നു. വേറെ കുറെ ഔട്ട് ഓഫ് ദി ബോക്സ് പോണ പോലെയൊക്കെ തോന്നി. പക്ഷെ എന്നാ പോലും ഉള്ളിൽ നിന്ന് വന്നത് ഇങ്ങനെ കണക്റ്റഡും കൂടിയാണ് ഇതെല്ലാമേ. അതെ അതെ, അങ്ങനെ അങ്ങ് പറഞ്ഞു പോയതാ. താങ്ക് യു ചേച്ചി. താങ്ക് യു വെരി മച്ച്. നൈസ് കോൺവെർസേഷൻ.